10 സംഖ്യകളുടെ ശരാശരി കണ്ടപ്പോൾ 53 പകരം 35 എന്നെഴുതി. ശരാശരി 36.5 എന്നാണ് കിട്ടിയത്. യഥാർത്ഥ ശരാശരി എത്ര? 10 സംഖ്യകളുടെ ശരാശരി കാണുകയാണ്. ആ ശരാശരി കാണുന്ന സമയത്ത് ഒരു തെറ്റ് സംഭവിച്ചു. ഈ 10 സംഖ്യയിലത്തെ ഒരു സംഖ്യ 53 ആയിരുന്നു. ആ 53 എഴുതുന്നതിന് പകരം 53 തിരിച്ച് 35 എന്ന് എഴുതി. അങ്ങനെ തെറ്റായി ചെയ്തപ്പോൾ ശരാശരി എത്ര കിട്ടി? 36.5. യഥാർത്ഥ ശരാശരി ഇതല്ല, ഇത് തെറ്റായി കിട്ടിയ ശരാശരിയാണ്. കാരണം ഇവിടെ ഒരു സംഖ്യ മാറ്റി എഴുതിയല്ലോ. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് എന്താ? യഥാർത്ഥ ശരാശരി കാണണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എണ്ണം എത്രയാണ്? 10 ആണ്. എണ്ണത്തിനെ ശരാശരി കൊണ്ട് കുടിക്കുക. ശരാശരി എത്രയാണ് കിട്ടിയത്? 36.5. എണ്ണം ഇൻറ്റു ശരാശരി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? തുകയാണ് കിട്ടുക. ഇപ്പം നമുക്ക് കിട്ടിയ എന്താ? 10 സംഖ്യകളുടെ തുക കിട്ടി. പക്ഷേ ഈ തുക ശരിയല്ല, കാരണം ഒരു സംഖ്യ തെറ്റായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇപ്പം ഇത് 10 സംഖ്യകളുടെ തുകയാണ്. ഇതിൽ 53 വേണ്ടത്. കാരണം 53 പകരം പറഞ്ഞാൽ 53 ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ 53 കൂട്ടുക. അതേ സമയത്ത് 35 എന്ന് എഴുതുകയാണ് ചെയ്തത്. അത് തെറ്റാണ്. തെറ്റായിട്ട് എഴുതുക ചെയ്തത്. ആ തെറ്റായി എഴുതിയത് കുറയ്ക്കണം 35. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? ഇത് 10 സംഖ്യകളുടെ തുകയാണ്, പക്ഷേ ആ തുക തെറ്റാണ്. അതിലെന്ത് വേണം? 53 നമ്മൾ ചേർക്കണം. അതേസമയം 35 കുറയ്ക്കും വേണം. അപ്പം ഇത് ഒന്നിച്ചാണ് ഇപ്പോൾ 10 സംഖ്യകളുടെ തുക. ഇത് തുകയാണ്. അതിനെ നമുക്ക് എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം എത്രയാണ്? 10. അതാണ് ശരിയായ ശരാശരി. ഇത് ചെയ്താൽ മതി. ഇത് ഗുണിക്കുക. 10 കൊണ്ട് 36.5 ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു സ്ഥാനം വലത്തോട്ട് നീങ്ങും, ഒരു ദശാംശ സ്ഥാനം. അപ്പോൾ ഈ ദശാംശം ഇല്ലാണ്ടായിട്ട് എന്ത് വരും? 365 എന്ന് വരും. അതിൻ്റെ കൂടെ നമ്മൾ 53 കൂട്ടണം. കൂട്ടുമ്പോൾ 5 3 8, 5 6 11, 1 3 4, 418 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഗുണിച്ച് കൂട്ടിയപ്പോൾ 418. ഇനി അതിൽ നിന്ന് 35 കുറയ്ക്കണം 35. 3 5 8, 8 3 11, 1 3 4, 383 നമ്മുടെ അംശം. ന്യൂമറേറ്റർ നമുക്ക് 383 കിട്ടി. ഛേദമോ? ബൈ 10. 10 കൊണ്ടായിരിക്കും എന്താ ചെയ്യുക? ഒരു ദശാംശത്തിന് അടുത്തോട്ട് നീക്കണം. ഉത്തരം 38.3 യഥാർത്ഥ ശരാശരി.